Mama and Paru Vibes. In the yarn, Ningala, the craft table can't see the Ramanda. The craft table is full light in Ningala if a can't. The craft table and the craft table is a sun elegant. Okay, this is the craft table. It trains on this. ഇത് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു കേക്കിൻ്റെ താഴെയുള്ള മറ്റേ റൗണ്ട് ഷേപ്പുള്ളതില്ലേ, അതിൻ്റെ മോൾ ഭാഗം ഫുള്ള് ഞാൻ പറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പെയിൻ്റ് ഇട്ട് വെച്ചിരിക്കണേ. ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ക്രാഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണേ. പിന്നെ ഇത് ഞാൻ ചുമ്മാ എടുത്ത് വെച്ചതാട്ടോ. ഈ പെട്ടിയുടെ അടപ്പ് ഞാൻ ഇവിടെ ചുമ്മാ വെച്ചതാട്ടോ. ഇത് സെലോ ടേപ്പ്. ചിലർക്കറിയായിരിക്കും, അവരുടെ വീട്ടിലുണ്ടാവും സെലോ ടേപ്പിൻ്റെ നമ്മൾ വലിച്ചെടുക്കുമ്പോഴുള്ള ആ സംഭവം. സെലോ ടേപ്പൊക്കെ തീർന്നു. അപ്പോൾ അത് കയ്യിലിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇത് വെച്ചാണ് ഞാൻ ഇതിൻ്റെ സ്റ്റിക്കർ ഓരോന്നൊക്കെ ചുരണ്ടി കളയണേ. ഇത് ഒരു പേനയും ബാക്കിയുള്ള പെൻസിലും ഡ്രോയിങ് ചെയ്യുന്ന പെൻസിലും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ പടമൊക്കെ വരയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ റബ്ബറാണ് ഞാൻ കാണിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ചുമ്മാ വെച്ചേക്കണെയാണ്. ഇത് കവായി സ്റ്റിക്കേഴ്സ് ആട്ടോ. ഇത് വെച്ച് ഞാൻ ചെയ്ത ജേർണലിലൊക്കെ ഞാനൊരു വീഡിയോ കാണിച്ചിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണേ. ഇത് ഞാൻ 130 രൂപയ്ക്ക്, അതിന് എത്രയോ വാങ്ങിച്ചതാണ്. ഇതിനും വലുതുണ്ട്, സൈസ് വലുതായിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്റ്റിക്കേഴ്സ് ആട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുറച്ച് പെട്ടികളൊക്കെ പെട്ടിരുന്നു. ഇത് ഞാൻ ക്ലേ ചെയ്ത ഇതിൻ്റെ ബക്കറ്റ് മേലുള്ള സംഭവം. ഇതിൻ്റെ ഉള്ളതായിരിക്കും ഞാൻ പെയിൻറ് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കാം. പിന്നെ ഇത് വേറൊരു നമ്മൾ ചെടിച്ചിട്ടൊക്കെ വെക്കില്ലേ, അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഉള്ളായിട്ടും പുറത്തായിട്ടൊക്കെ വയ്ക്കണം. ചിലരുടെ വീട്ടിൽ ഉണ്ടാവും. ഞാൻ അത് ഇങ്ങനെ എടുത്തിട്ട് തുടച്ച് ഇതിൻ്റെ ഉള്ളിൽ 2 ഐറ്റംസ് ഇട്ടിട്ടുള്ളൂ. ഇതിൽ വേറെ ഒന്നുമില്ല. ഈ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇട്ടു. ഇത് കാലിയാണ്, ഇതിൻ്റെ ഉള്ളൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് പോവാം. കണ്ടോ, ഇത് ഞാൻ ചെയ്തതല്ല, എൻ്റെ കുറച്ച് ആർട്ട് ഐറ്റംസ് ആണ്. ഇത് 2 പെയിൻറ്റ്, സ്കൂളിൽ നിന്ന് കിട്ടിയ 2 പെയിൻറ്റ്, ഫാബർ കാസ്റ്റലിൻ്റെ 12 കളർ പെൻസിൽസ്, പിന്നെ ആർട്ടിസ്റ്റ് ഇതിന് ക്യാമലിൻ്റെ വാട്ടർ കളർ ട്യൂബ്സ്, പിന്നെ ബ്രഷ് പെൻസിൽ. ഇത്രയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇനിയുണ്ട് കുറച്ചത്, ഞാൻ താഴെ വെച്ചേക്കാണ്. ഇതിൻ്റെ ബോക്സ് കളക്ഷൻസ് ആണ്. എൻ്റെ അല്ല, എൻ്റെ അനിയത്തിയുടെ ഉണ്ട്, പാറുവിൻ്റെ ഉണ്ട്. ഇത് രണ്ടും എൻ്റെ ബോക്സ്. ഈ പൗച്ചും ഈ ബോക്സും അവളുടെ. ഇത് ഞാൻ വരച്ചൊരു പരയല്ല, മഴയുടെ പടം അതാട്ടോ ഇത്. ഇത്രയാണ് ഞാൻ മുകളിൽ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ താഴത്തേക്ക് വരികയാണെങ്കിൽ ഈ 2 ഇതാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒന്നും വെച്ചിട്ടില്ല, ഇനി വെക്കുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെങ്കിൽ. ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളുണ്ട്. ഇതെൻ്റെ ഡയറി. ഈ ഡയറിയിലാണ് ഞാൻ ജേർണൽ ചെയ്തിരിക്കുന്നത്. എൻ്റെ വീടിട്ടുണ്ട്, കാണാത്തവർ കാണാം. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ബ്ലൈൻഡ് ബാഗ്സ് ആണ്. ഞാൻ എൻ്റെ ബ്ലൈൻഡ് ബാഗ്സ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇതെൻ്റെ വാട്ടർമെലൺ ബ്ലൈൻഡ് ബാഗ് കണ്ടോ. കുഞ്ഞു ബ്ലൈൻഡ് ബാഗ്, സ്മോൾ ബ്ലൈൻഡ് ബാഗ് ആയിട്ട്. ഇത് വലുത് ഞാൻ ഉണ്ടാക്കിയില്ല, പേപ്പറല്ല ഉണ്ടാകുന്ന വിചാരിച്ചു. വലുത് ഉണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് വലുത്. ഇത് കുഞ്ഞിതാണ്. ഇതിനൊക്കെ ഒട്ടിച്ച് ശരിയാക്കി വെക്കണം. പഞ്ഞി നല്ലോണം കുത്തിക്കേറ്റിട്ടുണ്ട്. നമ്മുടെ പാവുണ്ട്, നമ്മുടെ വീട്ടിൽ പാവുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരുതരം പഞ്ഞി ഉണ്ടാവും. അത് നമ്മൾ കോട്ടൺ മാതിരി അല്ല, വേറൊരു ടൈപ്പ്. എൻ്റെ വീട്ടിലൊരു പഴയൊരു പാവ ഉണ്ടായിരുന്നു. പുതിയ പാവയൊന്നും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പഞ്ഞിയൊന്നും എടുക്കരുത്. പൊട്ട പാവയൊക്കെ ഉണ്ടെങ്കിൽ, കളയാൻ വെച്ച പാവ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പഞ്ഞി ചെയ്തേക്കുന്നതാണ് ഈ സ്കൂഷി. അല്ലാണ്ട് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമുക്ക് സ്കൂഷി ഉണ്ടാക്കാൻ പറ്റും. ബ്ലൈൻഡ് ബാഗ്. പിന്നെ
ടെഡി ബ്ലൈൻഡ് ബാഗ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ടെഡിക്കുട്ടിയിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വരച്ചത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നന്നായിട്ട് സെറ്റപ്പ് ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റ്. ഓക്കെ, ഇതിൻ്റെ ഇതൊക്കെ പരന്ന് പോയി. ഞാൻ ബ്രഷ് പെൻ വെച്ചിട്ട് ചെയ്തത് കൊണ്ട് അത് വെച്ച് ഉണങ്ങാൻ ഞാൻ നിന്നപ്പോഴത്തേക്കും ഇത് കയ്യിൽ തൊട്ടത് കൊണ്ട് അത് പരന്ന് തെറ്റിയതുകൊണ്ടൊക്കെ ഇതിൻ്റെ ഇവിടെ വട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഐസ്ക്രീം ബ്ലൈൻഡ് ബാഗ്. ഇതാണ് എൻ്റെ ഐസ്ക്രീം ബ്ലൈൻഡ് ബാഗ്. ഇത് 3 ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കിയത്. ടെഡിയുടെ വാട്ടർമെലൺ, ടെഡി, പിന്നെ വാട്ടർമെലൺ ഒപ്പടി ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കിയത് ഞാനായിട്ട് 3. ഇനിയുള്ളത് എൻ്റെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞുണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് ഞാൻ കണ്ടോ, ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഞാൻ പറഞ്ഞുണ്ടാക്കിയത്. ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ആട്ടോ, വാങ്ങിച്ചതല്ല. ഒട്ടും ഞാൻ എടുത്ത് ഒരു ജേർണലിൽ ഇത് കാണിച്ചത്. ഡെയ്സി ഫ്ലവർ വലിയത് ഇപ്പം 2 ഉള്ളൂ. ഞാൻ വേറെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചും കൂടി ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പേപ്പറും ഫുള്ള് ഞാൻ എടുത്ത് വെട്ടിയിട്ട് പിന്നെ എടുത്ത് വെച്ചപ്പോൾ അത് കാണാനില്ല. അപ്പോൾ ഇപ്പം ഇതിൽ ചുരുക്കം ഇത്രേ ഉള്ളൂ. ഞാൻ ഒട്ടിച്ച് കാണിച്ചു കേട്ടോ. ഇതിലാണ് എൻ്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ച് കാണിച്ചു തരാം. ഇതെടുക്കാം, ഈ കുഞ്ഞി താറാവ് എടുക്കാം. ഒട്ടുന്നുണ്ട്. ഞാൻ ഈ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാതെ ഇങ്ങനത്തെ ബട്ടർ പേപ്പറിലാണ് സ്റ്റിക്കർ ഉണ്ടാക്കുക. ബട്ടർ പേപ്പറിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ നെയിം സ്ലിപ്പിൻ്റെ ഒരു പേപ്പറുണ്ട്. ഇങ്ങനത്തെ പേപ്പർ എടുക്കാം, അതിൽ വെച്ചും ഉണ്ടാക്കാം. അതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പറ്റുള്ളൂ. പിന്നെ പേപ്പറിൽ ഒട്ടിച്ചിട്ട് പിന്നെ ഇത് എടുക്കുമ്പോൾ ചിലതൊക്കെ കീറിപ്പോവും. അത് കാരണം നമുക്ക് ചെയ്യാം. ഇത് ഞാൻ വലിയ ബ്ലൈൻഡ് ബാഗ് ഉണ്ടായത് പറഞ്ഞില്ലേ, അതിലൊന്നാണ് ഇത്. ഇതായിരുന്നു ഞാൻ പെർഫെക്റ്റ് ആയിട്ടുണ്ടായ ഒരു ബ്ലൈൻഡ് ബാഗ്. ഇതിൽ കൂടുതൽ ബ്ലൈൻഡ് ബാഗ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല. ആ ബ്ലൈൻഡ് ബാഗ് ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയണ്ട. പണ്ട് ഉണ്ടാക്കിയതായിരുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ വീഡിയോ കൊണ്ട് പിന്നെ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കണമെന്ന് ഭയങ്കര മോഹം തോന്നി ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ യു ഗോഡ് എന്ന് പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പൊട്ടിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ പോയി ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല. കാണുമ്പോൾ ശരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും. കണ്ടോ, അൺബോക്സ് ചെയ്യാം. ഞാൻ അങ്ങനെ പിടിച്ചപ്പോൾ അത് ഓപ്പോസിറ്റ് ആയിരിക്കും കാണുന്നത്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കുഷി. ഭയങ്കര ഇഷ്ടമായിരുന്നായിരുന്നു ഇത്. ഇരുത്തി വെച്ചേക്ക് ഞാൻ എല്ലാം. ഓക്കെ, ഇത്രയും കണ്ടില്ലേ? ഇത്ര ഉള്ളൂ എൻ്റെ ടേബിളിൽ ഞാൻ ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ
നമുക്കൊരു ജേണൽ ചെയ്യാമെന്നാ. ഇതിന്ന് നമുക്ക് ബ്രൗൺ കളർ ഷീറ്റ് എടുക്കാം. ഞാൻ ബ്രൗൺ ജേണലിങ് ചെയ്തിട്ടില്ല, നമുക്ക് ഇങ്ങനെ ബ്രൗൺ ജേണലിങ് ചെയ്യാം. ബ്രൗൺ ഇനിയുണ്ട് ബ്രൗൺ. എല്ലാ കളറും 2 എണ്ണം വീതം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബ്രൗൺ മാത്രമല്ല, കുറച്ച് കളർ കൂടിയും കുറച്ചില്ല, പല തീമിലുള്ള രീതിയിലുണ്ട്. ഫുഡിൻ്റെ തീം, അങ്ങനത്തെ പല തീമിലുള്ള ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കണ്ടോ, ഇത് ഒരു ഫുഡിൻ്റെ തീമാണ്. പാൻ, ഓംലെറ്റ്, ആപ്പിൾ, പിന്നെ ഇങ്ങനത്തെ കുട്ടികളും ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായതാട്ടോ ഇത്. ഇനി സൺഫ്ലവർ ഉള്ളത്, അത് മഞ്ഞ. ഇനി സ്ട്രോബെറി ഉള്ളത്, റെഡ്, പിങ്ക് കളറ്. പിന്നെ റെഡ് കളറിലും ബ്രൗൺ പേപ്പർ. റെഡ് കളറിൻ്റെ ഷീറ്റ് എനിക്ക് ഇതിൽ നിന്ന് അങ്ങനെ കിട്ടിയില്ല. പിങ്കും ഇതൊക്കെ ആയിരുന്നു. മക്കൾ ഇനി ജേണലിനകത്ത് ഞാൻ ലാഗടിപ്പിക്കുന്നില്ല. ആദ്യം ബ്രഷ് പെൻ കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കാം. ഞാൻ വരയ്ക്കട്ടെ. സ്റ്റിക്കർ ഒട്ടിക്കാം. ഞാൻ ഈ പൂച്ചേനെ ഒട്ടിക്കാൻ വിചാരിച്ചു. നല്ല രസമുണ്ട് കാണാൻ. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കുന്നത്. പൂച്ച ഇവിടെ ഇരിക്കട്ടെ. കുറച്ച് ലീഫ് ഒട്ടിക്കാം. ഈ സ്റ്റിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസം ഇതിനെ കാണാൻ. പിന്നെ കുറേ കളർ ഉണ്ട് ഇതിൻ്റെ തന്നെ. ഇനി ഇതിലുള്ളൊരു കുട്ടീനെ ഒട്ടിക്കാം. ക്യൂട്ട് കുട്ടീസ് ഒട്ടിയിലുള്ളത് ഇതിനൊട്ടിക്കാം. ഈ കുട്ടീനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ കുറേ ഒട്ടിച്ചു. കുട്ടീനെ മുകളിലൊട്ടിക്കാം. ഈ ചെടി ഒട്ടിച്ചു, ഇവിടെ ഒട്ടിച്ചു, ഇവിടെ ഒട്ടിച്ചു, ഇവിടെ ഒട്ടിച്ചു. ഇങ്ങനെ ഞാൻ ഒട്ടിച്ചത് ഒരു ട്രീ ആയിട്ട് ഒന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വള്ളിച്ചെടി ഇട്ടൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതങ്ങനെ ഒട്ടിച്ചത് കേട്ടോ. ഇനി കുറച്ച് ചോക്ലേറ്റ്സ് ഒട്ടിക്കാം. ഡ്രിങ്ക് ചോക്ലേറ്റ് പിടിച്ചിരിക്കുന്ന റാബിറ്റിനെ ഒട്ടിക്കാം. ഒരു റിബൺ ഒട്ടിക്കാം. ഞാൻ ഇത്രയും ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കോഫി എന്തോ ഒരു ഐസ്ക്രീം, അത് കുട്ടിക്ക് തിന്നാൻ വേണ്ടി ഞാൻ വെച്ചെടുത്തിക്കാനാണ്. ചോക്ലേറ്റ് ഞാൻ ചരിച്ചൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് റിബൺസ്. പിന്നെ നമ്മളത് കീറിയെടുക്കുമ്പോൾ അത് സൂക്ഷിച്ച് നന്നായിട്ട് നോക്കി കീറിയില്ലെങ്കിൽ കീറിപ്പോകുന്നത് കണ്ടോ. സൂക്ഷിച്ച് കീറണം, അല്ലെങ്കിൽ ഇത് കീറിപ്പോവും. അതാണ് ശരിക്കും നോക്കി ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ പണി കിട്ടും ഇതിന്ന്. ഇനി പെൻസിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ എഴുതി കൊടുക്കാം. ഇത്ര മതി. ഇത്രയും കളറാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കിതിൽ എന്തെങ്കിലും ബ്രൗൺ കളർ ടെഡിന് നമുക്ക്. ഇതാണ് എൻ്റെ ജേണൽ. കണ്ടോ, ഞാൻ ആദ്യം പിടിച്ചപ്പോൾ ഫ്രണ്ട് ക്യാമറ എടുത്തത് മുകളിലേക്കാണ് ഫോക്കസ് പോയത്. അത് കാരണം കേട്ടോ. പിന്നെ ഞാൻ ശരിയാക്കി. ഇതാണ് ഞാൻ ചെയ്ത ജേണൽ. ഒരു ജേണൽ ഞാൻ ചെയ്തത് കാണിച്ചു തന്നു. ആ ജേണൽ ഞാൻ എങ്ങനെ ചെയ്തെന്ന് കാണിച്ചു തന്നു. പിന്നെ ഒരു വീഡിയോ എടുത്തു, എൻ്റെ ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ ഈ വീഡിയോ കുറച്ച് ലാഗായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് കൂടുതൽ സമയം എടുത്തു ഞാനിത് ചെയ്യാൻ. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റും ചെയ്യണേ. പിന്നെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ്, ഇനിയും സ്റ്റിക്കേഴ്സ്, ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഉണ്ടാക്കാം. ഇനി ഇങ്ങനത്തെ ജേണൽ വീഡിയോസ് വേണമെങ്കിൽ പറയാം. ബൈ ബൈ.